ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയില്ലേന്ന്. അപ്പൊ ആദ്യം തന്നെ അമ്മ ചെയ്യാൻ വെള്ളം മേടിക്കണതിന് മുമ്പ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒന്നും നടക്കൂലല്ലോ. ഫസ്റ്റ് യൂസേജ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ. അതെ, പുറത്തേക്ക് നോക്കിക്കേ. പക്ഷെ നിങ്ങളെ ഒന്ന് കാണിക്കാനും വേണ്ടി നമുക്ക് ചെളിയുള്ള സംഗതികൾ മാത്രമാട്ടോ ഇട്ടിട്ടുള്ളൂ. ഇതിന് നന്നായിട്ട് ചെളിയുള്ളതാണ്. നിങ്ങളെ ആരെയും ബോറടിപ്പിക്കണില്ല. ഇനി നിങ്ങൾ കണ്ടോട്ടോ ഞാൻ ചെയ്യണ പണി എന്നാന്ന്. തുടക്കമായതുകൊണ്ട് മാനുവലി ഇങ്ങോട്ട് മാറാനുള്ള ഒരു മടി. അതെ, അത്രേ ഉള്ളൂ. അതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ പ്രവർത്തന രീതികളാണ് നമ്മളിപ്പോ കാണിച്ചത് കേട്ടോ. നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ സ്വിച്ചുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. യഥാക്രമം 1, 2, 3, 4, 5 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിക്കുന്നത് വാഷിങ്ങിന്റെ സ്വിച്ചുകളാണ്. ഒന്നാമത്തേത് വാട്ടർ സെലക്ടർ. വെള്ളം വാഷിംഗ് ഏരിയയിലേക്ക് വേണോ ഡ്രയറിലേക്ക് വേണോ വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ സ്വിച്ചാണ്. രണ്ടാമത്തേത് വാഷ് ടൈമർ. വാഷിങ്ങിന് ടൈം സെറ്റ് ചെയ്യാനായിട്ട് ഈ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേത് വാഷ് സെലക്ടർ. തുണിയുടെ കട്ടി അനുസരിച്ച് നോർമൽ, ജെന്റിൽ, സ്ട്രോങ് എന്നിങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി കാണിക്കുന്നത് ഡ്രെയിനേജ്, സ്പിന്നിങ് ഇതിൻ്റെ സ്വിച്ചുകളാണ്. 4 മാർക്ക് ചെയ്തിട്ടുള്ള ഡ്രെയിൻ സെലക്ടർ. വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഇതിൽ ഡ്രെയിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. 5-മത്തേത് സ്പിൻ ടൈമർ. ഡ്രൈ ആകാനായിട്ട് നമുക്ക് വേണ്ട ടൈം സെറ്റ് ചെയ്യാം. ഉച്ചയായി, ഊണ് കഴിഞ്ഞു, പക്ഷേ വിശ്രമിക്കാൻ നിന്നില്ല. കാരണം ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ നാളെ വേറെ പരിപാടിയുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങളോട് ചോദിച്ചായിരുന്നു. ഒക്കെ ഇതുണ്ടല്ലോ അല്ലേ, മൈക്കൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇച്ചിരി എനർജി കുറവാട്ടോ. എല്ലാവരും ചോദിച്ചായിരുന്ന ഏതോ ഒരു വീഡിയോയിൽ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ കവറോടുകൂടി മെഷീൻ ഇരിക്കണ കണ്ടപ്പോൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയില്ലേന്ന്. ശരിക്കും അത് കുറച്ച് മുമ്പെടുത്ത ഒരു വീഡിയോ ആട്ടോ ഇട്ടത്. ഏതോ ഒരു വീഡിയോയിലാണ്, ഏതാന്ന് ഞാൻ മറന്നുപോയി. വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, പ്ലംബിങ് നടത്തി, വയറിങ് നടത്തി, എല്ലാം ഓക്കെ ആക്കി. അപ്പം മെഷീൻ്റെ ഷോപ്പിൽ അവരെ വിളിച്ചതിൻ്റെ എന്നാ വരണ്ട ചേച്ചിന്ന് ചോദിച്ചു. പിറ്റേ ദിവസം തന്നെ വന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവർ വന്നു, ഡെമോ ചെയ്ത് തന്നു. ആദ്യമേ ഞങ്ങളൊരു ബെഡ്ഷീറ്റാണ് അലക്കിയത്. അതും റെഡിയാക്കി ഇട്ടു. അപ്പം നിങ്ങളെ അത് അവർ വന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മൾ അത് വീഡിയോ പിന്നെ എടുത്തില്ല കേട്ടോ. അവർ നല്ല ഡെമോ ആയിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു ഷോപ്പിൽ നിന്ന് ആളെ വിടണോ അതെയോ ഇതിൻ്റെ തന്നെ LG ആളെ രജിസ്റ്റർ ചെയ്ത് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു LG ഇപ്പോൾ വരുത്തണ്ട, ഷോപ്പിലുള്ളവർക്ക് അറിയാമല്ലോ അത്യാവശ്യം. അപ്പോൾ അത് കാരണം അവർ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഷോപ്പിൽ നിന്ന് ഒരു പയ്യൻ വന്നു. അനൂപെന്നാന്ന് തോന്നണം എൻ്റെ പേര്. അപ്പോൾ വന്നു, എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾ ഈ മോഡല് പഴയ മോഡലുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. സെമി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പണ്ടത്തെ റൗണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നേരത്തെ. പിന്നെ അത് കാലഹരണപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവരൊക്കെ ചെയ്ത് തന്നോണ്ട് മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സെമി ഓട്ടോമാറ്റിക്കാണ് മേടിച്ചത്. അപ്പം അതിൻ്റെ പ്രവർത്തനം എല്ലാം കാണിച്ചു തന്നു. അപ്പം നമ്മൾക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊന്ന് കാണിക്കാം. ഇന്നിപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങളെ അവരെല്ലാം കാണിച്ചു തന്ന് ഇതാക്കി ഒരു ഇത് അലക്കി അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് മറ്റേതിലേക്ക് മാറ്റിയല്ല ഡ്രയറിലിട്ട് അതും ചെയ്തേച്ച് ഞങ്ങൾ വെയിലത്തിട്ട് ഇച്ചിരി നനവൊക്കെ ഉണ്ടാവൂല്ലോ, അത് ഉണക്കിയെടുത്തന്ന്. അത് കാണിക്കാൻ പറ്റിയില്ല, ഷടപടയുന്നായിരുന്നത്. അപ്പം ഇന്ന് നിങ്ങളെ കാണിക്കാം. വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന പ്ലേസ് ഇതാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സാധനം അങ്ങ് നീക്കി വെച്ചു കേട്ടോ. ഇച്ചിരി അസൗകര്യങ്ങളുണ്ട്, പഴയ വീടായതുകൊണ്ട്. ഇവിടെ ഇരുന്ന പ്ലേറ്റ് സ്റ്റാൻഡ് അതുകൊണ്ട് അങ്ങോട്ട് മാറ്റേണ്ടി വന്നു. എന്നിട്ട് ഈ ടേബിൾ അങ്ങോട്ട് നീക്കിയത് കൊണ്ട് അവിടെ പാത്രം കഴുകാനൊക്കെ ഇച്ചിരി ഞെരുക്കമുണ്ട്, നിവൃത്തിയില്ല. കുഴപ്പമില്ല, ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അല്ല, കുഴപ്പമുണ്ടെങ്കിൽ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. വർക്ക് ഏരിയയിൽ അല്ല, മറ്റേ ബാത്റൂമുകളിലൊക്കെ ചെറുതായതുകൊണ്ട് അവിടെ വെക്കാൻ സ്പേസ് ഇല്ല, ഒട്ടും സ്പേസ് ഇല്ല. കുളിക്കാനും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുള്ളൂ. ഈ പഴയ വീടുകളിൽ കുറെ പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് കാരണം പിന്നെ ഒരപ്പരയിലേക്കെന്ന് വെച്ചാൽ അങ്ങോട്ട് വെച്ചാൽ ശരിയാവില്ല. അവിടെ തേങ്ങ, മാങ്ങ, അങ്ങനെ ചാക്ക്, പണിസാധനമൊക്കെ ഇടുന്ന റൂമാണ് ഈ കിടക്കണേ. പണിയായുധങ്ങളും ശേഖരിക്കണം, പേപ്പറ്, മാസ് കെട്ടുകളൊക്കെ. അപ്പം അവിടെ വെച്ചാൽ പറ്റൂല. അപ്പം ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കണം. പിന്നെ ഇത് ഇവിടെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലംബിംഗ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഡ്രെയിനേജ് ഔട്ട്ലെറ്റ് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടിലേക്ക് വന്നോളും, കണ്ടോളാം. എന്നിട്ട് വെള്ളം അങ്ങ് ഒഴുകി പൊക്കോളും. അതാണ് ഇവിടെ വെക്കാനുണ്ടായ ഒരു പ്രധാന പ്ലഗ് പിടിപ്പിക്കാൻ വയറിങ്ങിന്റെ. അതെ, അപ്പൊ ഈ ഡ്രെയിനേജിന് വേറൊരു സ്പേസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പൈപ്പ് അങ്ങ് ഫിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള പൊക്കോളും. നമ്മുടെ പ്ലംബറും വയറിങ്ങും ഒക്കെ എക്സ്ട്രാ പണ്ട് മുതലുള്ള ആൾക്കാരാട്ടോ. അവരൊക്കെ വളരെ മാസ്റ്റർ ചെയ്തേക്കണവരാ. അവര് സ്ഥിരം ഉള്ളതുകൊണ്ട് അവരെ വിളിച്ചാൽ പിന്നെ അവർ വന്ന് റെഡിയാക്കി തന്നു. അപ്പം നമുക്ക് ഇനി പറഞ്ഞു നിൽക്കണ്ട, നമുക്കിത് ചെയ്യണ കാണിക്കാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ടാവാം. ആദ്യം എന്നെ അമ്മ ചെയ്യാം. ആദ്യം വെള്ളം ഒഴിക്കാം ഇതിലേക്ക്. മറ്റേ എടുത്ത് പൊക്കാനൊക്കെ അമ്മ ഇപ്പൊ അനായാസം. അല്ല, ഇതിനിപ്പോ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അതിന്റെ കവർ ഞങ്ങള് യൂസ് ചെയ്ത് കഴിയുമ്പോ ആ കവർ തന്നെ ഇട്ട് വെക്കും. കാരണം ഒരു കവർ അല്ലാതെ ഓർഡർ ചെയ്ത് വരുത്തണം. അപ്പം ഇതിന് ഇതുള്ള കവർ മേടിക്കണം. കാരണം ഈ പൊടി അടിക്കും അപ്പടി. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉള്ള, ഞാൻ പറഞ്ഞില്ലേ പഴയ വീടാണ്, അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ നിന്നൊക്കെ ഈ വൈറ്റ് കളറായതുകൊണ്ടേ അപ്പോൾ ഒരു
ഇതിൻ്റെ തന്നെ കവറായിട്ട് കിട്ടൂല, അത് മേടിക്കണമെന്ന് ഓർത്തായിരിക്കുന്നത്. അപ്പം അതുവരെയും അപ്പം ആ ചേട്ടൻ ആ പയ്യൻ എന്നോട് പറഞ്ഞു ഞാൻ കവറങ്ങ് ഇട്ട് വെച്ചാൽ മതി ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം മേടിക്കണം, അതുവരെ അത് ഇട്ട് വെക്കാമെന്ന് ഓർത്താം. അപ്പം നമുക്ക് പൈപ്പ് ഓൺ ചെയ്ത് വെള്ളം ഇതിലേക്ക് വീഴിക്കാം. വെള്ളം വീഴിക്കാൻ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇതൊന്നും മാറ്റണ്ടല്ലോ. വീഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വാട്ടർ സെലക്ടറിന്റെ പൊസിഷൻ ആണ്. വാഷില അതെ, അത് നോക്കണം. സ്പിന്നിലേക്ക് പോരുത്. അപ്പുറത്തേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഡ്രയർ ഏരിയയിലോട്ടാകും വെള്ളം പോവുക. ഇതിപ്പോ കറക്റ്റ് പൊസിഷനിലായിരിക്കണം. ഈ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ വാഷ് ചെയ്യണ സ്പേസിലേക്ക് വെള്ളം വന്നോളും. ഓൺ ചെയ്യാം നമുക്ക്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണ്. കറക്റ്റാ. ഇത് ഓൺ ചെയ്തോ? വെള്ളം കാണിക്കുന്നത്. വെള്ളം വരട്ടെ. സ്പീഡിൽ തുറക്കാൻ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഹോസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് ആയിട്ടാ വെച്ചേക്കണം. ഈ ഹോസിലൂടെയാണ് വെള്ളം മെഷീന്റെ അകത്തേക്ക് വരുന്നത്. കണ്ടോ, പൈപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വെള്ളം മെഷീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹോസാണ്, അതായത് ഡ്രെയിനേജിന്റെ ഹോസ്. അമ്മ ഹാപ്പി ആയോ? വേണമെങ്കിൽ ഒരു കസേര ഇട്ട് ഇരുന്നോ അവിടെ, സ്റ്റൂൾ എടുത്തോണ്ട് തന്നോ? ഇരിക്കൊന്നും വേണ്ട. ഇതിപ്പോ ഓൺ ചെയ്തിട്ടേച്ച് വേറെ കാര്യങ്ങൾ ചെയ്യാലോ മക്ക. നമുക്കൊരു 6 മിനിറ്റ് ചെയ്യാറ് അത് വേണ്ടി വരും. മുഷിങ്ങാം ദിവാൻ കോട്ടയിലും TV സ്റ്റാൻഡിലും ഇരുന്ന് 2 ഷീറ്റ് തയ്ച്ചിട്ടേക്കണ ആ ഷീറ്റും എൻ്റെ ആ ചുമന്ന പഴയ ചെളി പിടിച്ച ഏപ്രനും ഒരു കൈ തുടക്കണ ടർക്കിയാണ് വെച്ചേക്കണം. അത്ര ഇതിൽ ചെയ്യണോളൂ. അഴുക്കുള്ള സാധനങ്ങൾ തന്നെ അതെല്ലാം. അത് മതി. ഫസ്റ്റ് യൂസേജ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ. അതെ, ആദ്യം ആ ചേട്ടൻ വന്നപ്പോ ഒരു ചെയ്തായിരുന്നു, ഡെമോയ്ക്ക് വേണ്ടി ഒരു ബെഡ്ഷീറ്റ് മാത്രം ചെയ്തു. അപ്പൊ തുണി ഇട്ടിട്ട് വാഷ് ഇപ്പോൾ പൗഡർ ഇട്ടാ പോരെ? വേണ്ട 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 വേണ്ട. ഇട്ടിട്ടൊന്ന് നമുക്ക് പതപ്പിക്കാം ചെയ്യണം. ഇത് സെമി ഓട്ടോ ആയതുകൊണ്ട് വാഷിംഗ് പൗഡർ ഇടാന്ന് അവര് പറഞ്ഞു കേട്ടോ. ഞാൻ വിവരം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, ഞങ്ങൾക്ക് അറിവ് കുറവായതുകൊണ്ട് അതിനെപ്പറ്റി കംപ്ലീറ്റ് അവര് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിവരം നിങ്ങളോട് ഷെയർ ചെയ്താ കേട്ടോ. പതപ്പിക്കാൻ വേണമെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഈ വാഷ് ടൈമർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പതപ്പിക്കണത് എങ്ങനെയാണ്. ഇതിന്റെ കൂടെ ഇട്ടാ പതഞ്ഞോളും, എന്നാലും കുഴപ്പമില്ല. ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇത് ഓൺ ചെയ്യുന്ന ഓൺ ചെയ്തു. ജസ്റ്റ് വാഷ് ടൈമർ ഒന്ന് ഓൺ ചെയ്താൽ മതി. മുഖം മാറ്റി വെച്ചോട്ടോ. അതെ, ഇത് പതപ്പിക്കാൻ ചെയ്യുന്നതാട്ടോ. അത് മതി, പതഞ്ഞല്ലോ. മതി മതി, ഇനി ഓഫ് ചെയ്തോ. ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതേ പതഞ്ഞു വരും കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ വാഷിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും മതി. വെള്ളം എങ്ങനെ വേണമെങ്കിലും ആവാം. അതെ, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് പതപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. ഇത് ഇതിലേക്ക് ഇടാം ഓരോന്ന്. വെള്ളം അതിൽ വീണോട്ടെ. അത് ശരി. ഏപ്രൺ ആദ്യം ഇടാം കേട്ടോ. ഏപ്രൺ അല്ല, പഴയ ഏപ്രണാ. ഷീറ്റ് കൈ തുടക്കണ ചെളിയുള്ള സംഗതികൾ മാത്രമാട്ടോ ഇട്ടിട്ടുള്ളൂ. ഇതിന് നന്നായിട്ട് ചെളിയുള്ളതാ. വെള്ളം നിറഞ്ഞു കിടക്കണം എന്നാ പറഞ്ഞേ. മീതെ അത് തുണി അലക്കണ അതറിയാലോ. ഇത്ര മതിയായിരിക്കും അല്ലേ? ഇത് മതി, ഒരുപാട് ആവശ്യമില്ല. കൈ എപ്പോഴും ഉണങ്ങിയ കൈ കൊണ്ട് വേണം ടാപ്പൊക്കെ പിടിക്കാനായിട്ടും. അതാണ് നല്ലത്. ഇപ്പൊ തുണിയൊക്കെ ഇട്ട് നനച്ചു. ഇനി നോക്കേണ്ടത് ഇതാണ്, ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുന്നത്. അതിനു മുൻപ് ഈ വാഷ് സെലക്ടർ ഒന്ന് നോക്കേണ്ടതുണ്ട്. അതിനകത്ത് 3 ഓപ്ഷൻസ് കണ്ടില്ലേ? ജെന്റില്, നോർമല്, സ്ട്രോങ്. ജെന്റില് വേണ്ട, നമുക്ക് നോർമൽ ഇടാം അല്ലേ? നോക്കട്ടെ കേട്ടോ. അതോ സ്ട്രോങ് വേണോ? നോർമൽ മതിയായിരിക്കും. വാഷിങ്ങിന്റെ ടൈം സെറ്റ് ചെയ്യില്ലേ? വാഷിംഗ് മെഷീനിൽ ഓണും ഓഫും ചെയ്യണതേ. മറ്റത് സ്ട്രോങ്, ജെന്റില് എന്നൊക്കെ നോക്കണ്ടേ നമ്മള്? മനസ്സിലായി. നമുക്ക് നോർമൽ മതി. മറന്നുപോയോ? വേണ്ട. ഇല്ല, എനിക്കറിയാം. അത് ഞാൻ ആലോചിക്കട്ടെ, മറന്നുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാ. അപ്പൊ നമുക്ക് ഒരു 6 മിനിറ്റ് വെക്കാം സെറ്റ് ആക്കാൻ. പ്ലഗ് ഓൺ ചെയ്തു. അതിനു മുമ്പ് നോർമൽ ആക്കാടി. നോർമൽ ആക്കിയിട്ട് വേണം ഓൺ ചെയ്യാൻ. മനസ്സിലായി. നോർമൽ മതിയാവും, അത്രയും ചേറ് അതിലുള്ളൂ. നോർമല്. അപ്പൊ ഈ തീരെ ചേറ് കുറവാണെങ്കിൽ അവര് പറഞ്ഞു ജെന്റില്. പിന്നെ അത്യാവശ്യം ഇതേ ഉള്ളെങ്കിൽ നോർമല്. കണ്ടമാനം ചെളി ഉണ്ടെങ്കിൽ സ്ട്രോങ്. അതായത് കട്ടിയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ ആണെങ്കിൽ സ്ട്രോങ്ങിൽ ഇടണം. ഇത് കട്ടിയുണ്ട്, പക്ഷെ നമുക്ക് സ്ട്രോങ് വേണ്ട, നോർമലിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ടൈമറിൽ ഒരു 6 മിനിറ്റ് വെച്ചോ. ഇത് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മുഖത്തേക്കൊക്കെ ചിലപ്പോ തെറിക്കും അടച്ചില്ലെങ്കിൽ. അടയ്ക്കാതെ ചെയ്യാന്ന് അവര് പറഞ്ഞു. നമുക്ക് ഏതായാലും നോക്കാം എങ്ങനെയാ വേണ്ടേന്ന്. തെറിക്കുവാണെങ്കിൽ നമുക്കങ്ങ് അടച്ചു വെക്കാം, അല്ലെങ്കിൽ തുറന്നു തന്നെ ഇരുന്നോട്ടോ. അപ്പൊ ഇത് എല്ലാം ഓണാണ്. ഇത് നോർമലിൽ വെച്ചു. ഇനി 6 മിനിറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. സെറ്റ് ചെയ്തോ, പതുക്കെ തിരിച്ച് സെറ്റ് ചെയ്തോട്ടോ, കാണിക്കാൻ വേണ്ടിട്ടാ. മതി. അതിൽ തന്നെ കിടന്നോട്ടെ. 6 മിനിറ്റ് കഴിയുമ്പോ അത് തെറിക്കും, തിരിഞ്ഞു വരും. അത് തന്നെ തിരിഞ്ഞു വന്നോളും. ചേറുണ്ട്. ഉണ്ട്. അത് ചേറല്ല ശരിക്കും. അത് എന്നാന്ന് ഏപ്രിലിൽ ചേറുണ്ട്. മറ്റേത് ഈ ഡ്രോയിങ് റൂമിൽ കിടക്കണ ഈ പൊടികള്. സാനിടുമ്പോ കംപ്ലീറ്റ് പൊടി ഇങ്ങനെ വരും. അതാണ് കൂടുതലും. അത്
അപ്പൊ നമ്മള് നല്ല ഡസ്റ്റ് ഉള്ള ഒരു തുണി എടുത്തതാ എന്നാലാണല്ലോ അലക്കി വെളുത്ത് കഴിയുമ്പോ അത് കാണാൻ പറ്റുള്ളൂ. ഇത് ഞാനൊന്ന് ചാരാം, മുഖത്തേക്ക് അടിക്കാം. ചാരട്ടെ, വെച്ചോ ഇടയ്ക്ക് തുറക്കാം. അത് ചുമ്മാ ഇങ്ങനെ വെക്കണേ ഉള്ളൂ. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വന്നോളൂല്ലോ. 6 മിനിറ്റ് ആവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാം. കാലൊന്നും അത്ര ഹാപ്പി അല്ല, അത് കാരണം അത്ര നല്ല ഹാപ്പി ഒന്നും അല്ല. ശരിയായി വരുമല്ല, അത് പതുക്കെ കാലതാമസം ഉണ്ട്. മസിലല്ലേ. സമയമായി വരുന്നുണ്ടോ? കട്ട് ഓഫ് ആയിക്കോളും. അതെ. വാഷ് ടൈമർ നിങ്ങൾ നോക്കിക്കോട്ടോ. വാഷ് ടൈമർ, അപ്പൊ വാഷ് ടൈമറിന്റെ ആ ഒരു പോയിന്റ് നീങ്ങി വരുന്നുണ്ടോ? നമ്മൾ ആദ്യം 6 മിനിറ്റ് ആണ് വെച്ചിരുന്നത്. അല്ല, ഇത് എല്ലാ വ്യക്തികൾക്കും അറിയാട്ടോ. ഞങ്ങളുടെ ഡെമോയൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഒരുപാട് ഇത് പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കണില്ല. ഇത് ഓട്ടോമാറ്റിക് ഉള്ളവരും സെമി ഓട്ടോമാറ്റിക് ഉള്ളവരുമാണ് ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും. മിക്കവാറും ഫുൾ ഓട്ടോമാറ്റിക് ആണ് പലരും. സെമി ഉള്ളവരും ഇഷ്ടം പോലെയുണ്ട്. കമന്റ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ ഡെമോ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമാട്ടോ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാ ഈ മോഡൽ ആരെങ്കിലും മേടിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ പ്രവർത്തനമൊക്കെ കാണുമ്പോ അത് എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ അല്ലേ. ലിബി മേടിച്ചു. നമ്മുടെ ലിബി മേടിച്ചു. ലിബി നേരത്തെ സെമി ഓട്ടോ ആയിരുന്നു, വേറെ ഏതൊരു മെഷീനായിരുന്നു അവരുടെ. അത് മാറ്റി LG എടുത്തു. അപ്പൊ അവര് പുറത്തൊന്നും വന്ന് ഡെമോ ചെയ്ത് കൊടുത്തു. എന്നെ വിളിച്ചായിരുന്നു നാളെ. വിളിക്കുമല്ല, വോയിസ് ഇട്ടായിരുന്നു. അപ്പൊ ആന്റി പ്രവർത്തിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെയും പ്രവർത്തിപ്പിച്ചു എന്ന്. അത് LG തന്നെ എടുത്തത് അവര്. സെമി എടുത്തേക്കണം. ടൈം മാറി വരണുണ്ടോ? വാഷ് ടൈമർ നിങ്ങൾ നോക്കിക്കോട്ടോ. ടൈം മാറി വരണത് മാറി വന്നു കഴിയുമ്പോ ഓട്ടോമാറ്റിക് വന്നോളൂ കേട്ടോ. അത് അപ്പൊ അതെ പറഞ്ഞു സമയായി. ഇനി നമുക്ക് എടുക്കാൻ പോവാ. എടുക്കുവല്ല, നമ്മളത് മാറ്റിയ വെള്ളം മാറ്റുക. അതെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. അടുത്ത സ്റ്റെപ്പ് എന്നാ? ഒരു ഇതിലേക്ക് വന്നു കേട്ടോ. വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് വെള്ളം മാറ്റുക ഇതിലെ. അപ്പൊ നമുക്ക് എന്നിട്ട് ഒന്നുകൂടി ക്ലിയർ വാട്ടറിൽ ഒന്ന് അലമ്പണം അല്ലേ? 2 തവണ അലമ്പണായിരിക്കും. സോപ്പ് പൗഡർ ഉണ്ടല്ലോ. ഇത് ഓൺ ആക്കിയിട്ടില്ല. അല്ല, അതിലാക്കിക്കോ, തിരിച്ചോ. ഡ്രെയിൻ. ശബ്ദം കേട്ടല്ലോ, വെള്ളം പോയി തുടങ്ങി. അത് പിടിച്ചോ, പടം പിടിച്ചോ. വെള്ളം പോയി തുടങ്ങി. വെള്ളം വീണ ഒച്ചയാ കേട്ടത്. എന്ത് ഫോഴ്സാന്ന് നോക്കി അല്ലേ? അതെ. കൊള്ളാം അല്ലേ? ചെളിവെള്ളം മുഴുവനും. അപ്പഴ് കാണാൻ പറ്റുണ്ടെങ്കിൽ വരാൻ പറ. ഈ ഡ്രെയിൻ സെലക്ടർ ഉണ്ടോ? ആ ഡ്രെയിൻ സെലക്ടറിന്റെ നോബ് തിരിച്ചപ്പോഴാണ് അങ്ങനെ പോയി തീർന്നത്. വെള്ളം പുറത്തേക്ക് പോണതാണത്. ഡ്രെയിൻ സെലക്ടറിൽ എന്താ ഇവിടെ വറ്റും, ഫുൾ വറ്റും. എന്നിട്ട് പിന്നെ നല്ല 2 പ്രാവശ്യം അലമ്പണം. അതെ. ഇത് ഇങ്ങനെ അലമ്പാതെ ഇനി ചിലരൊക്കെ പറയാറുണ്ട് നമ്മൾ ഡ്രെയിനിങ് മാറ്റണ്ടേ. ഡ്രെയിൻ മാറ്റിക്കോ. ആദ്യത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമുക്ക് ടാപ്പ് ഓൺ ചെയ്യാം. ടാപ്പ് ഓൺ ചെയ്തോ. വെള്ളം വന്നോളൂ. വെള്ളച്ചാട്ടം പോലെ അല്ലേ? ആതിരപ്പള്ളി. സിമ്പിൾ മെക്കാനിസംസ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായിക്കോളും. അല്ല, ഇത് സെമി ആയതുകൊണ്ട് പിന്നെ വേറെ വലിയ ഇതൊന്നും ഇല്ല. അതെ. പുള്ളിയല്ലോ. എനിക്ക് ഈ മെഷീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെള്ളം തന്നെ കാണാൻ. ഞാൻ വേറെ ഒരു പണി ചെയ്തേക്കാം. ചെയ്യുമല്ല, അലമ്പാൻ വേണ്ടി വെള്ളം വീണ നന്നായിട്ട്. സോപ്പ് പൗഡർ എനിക്ക് തോന്നുന്നു അത്രയും വേണമായിരുന്നോ? അത് ചെളിയുണ്ട് അതുകൊണ്ടാ. നല്ല ചെളിയാ. കളർ കണ്ടില്ലേ? ഏപ്രണൊക്കെ നല്ല കളറായി. നല്ല ഏപ്രണ അതിലേക്ക് ഇടാ. ഞാൻ ചീത്ത ഏപ്രണ, ഒരുപാട് ചെളി പിടിച്ചത്. ഇപ്പൊ ചീത്ത നല്ലതായി മാറി. അതെ, അറിയാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂലോ. അതുണ്ടാവും. അപ്പൊ അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വെള്ളം പുറത്തേക്ക് പോയി കഴിഞ്ഞ് വെള്ളം അകത്തേക്ക് വരേണ്ടപ്പോ ഈ ഡ്രെയിൻ സെലക്ടർ നോബ് വാഷ് റിൻസ് പൊസിഷനിലേക്ക് വെച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോവുക, അകത്തേക്ക് വരില്ല. ഇനി നമുക്ക് ഇത് ഒന്നോടെ വെള്ളം എടുത്ത് അലമ്പണം. ഒഴിച്ച് സോപ്പ് പൊടി അപ്പടി മെനകേടാ. ഇനി നിങ്ങൾ കണ്ടോട്ടോ ഞാൻ ചെയ്യണ പണി എന്നാന്ന്. അതെന്നാന്ന് വെച്ചാൽ ശരിക്ക് ക്ലിയർ ആവാനാ. മറിക്ക് ഇത് കഴിഞ്ഞേച്ച് പറഞ്ഞു കൊടുക്കാം എന്നാന്നുള്ളത്. ഒന്നോടെ ഒന്ന് അലമ്പി എടുക്കണം. അപ്പം ഈ സോപ്പ് പൊടി തന്നെ കിടന്ന് അതിൽ നിന്ന് വെള്ളം അങ്ങ് മാറ്റി അത് ശരിയാവൂല. പിന്നെ ആ സോപ്പിൻ്റെ ഇതായിരിക്കും. അപ്പം ഇതങ്ങ് മാറ്റി വെച്ച് വെള്ളം കളഞ്ഞു വെച്ച് വീണ്ടും വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അലമ്പി എടുക്കുക. കാലിൽ വെള്ളം വീഴല്ലേ. ഏപ്രന്റെ കുറെ കളർ ഇളകിയിട്ടുണ്ട്. കണ്ടോ എന്താ അഴുക്കാൻ നോക്കിയല്ലേ? ഇച്ചിരി കളർ ഇളകിയതുണ്ടാവും. പിന്നെ എല്ലാം ഉണ്ട്. ചെളി ഉണ്ടായിരുന്നല്ലോ.
ഇനി ഒന്നോടെ നമുക്ക് അലമ്പാനുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ വൃത്തിയാവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഡ്രെയിൻ അല്ലേ? ഡ്രെയിൻ സ്വിച്ച് ഓൺ അല്ലേ നോക്കിയതാ മറ്റേ. വെള്ളം പൊക്കോളൂ. അതൊന്നും പഠിക്കാനില്ല, സിമ്പിൾ ഓട്ടോമാ. അതെ, സിമ്പിൾ മെക്കാനിസം, യൂസ്ഡ് ആവേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, ഇതങ്ങനെ വലിയ പ്രശ്നമില്ല. ഞാൻ ഡ്രെയിൻ പൊസിഷനിൽ തന്നെ കിടക്കുക കേട്ടോ. അല്ല, അത് മാറ്റണം, അല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ട് വരില്ല. ഓ ആണോ? അങ്ങനെയുണ്ടല്ലോ. ഡ്രെയിനിൽ കിടന്നു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്കേ പോവുള്ളൂ. അകത്തേക്ക് വരണമെങ്കിൽ ഡ്രെയിനിൽ നിന്ന് മാറ്റി നേരെ വെക്കണം. ഇപ്പോഴാണ് അകത്തേക്ക് വരുള്ളൂ. ഇനി നമുക്കില്ലേ ഈ വെള്ളം, ഈ സോപ്പ് പൊടിയൊക്കെ ഉള്ള ഈ വെള്ളം ഇല്ലേ, ആ വെള്ളം ഒന്ന് കളയണം. ഇതിന്ന് കളഞ്ഞേച്ച് അടുത്ത ട്രിപ്പ് തുണി അതിലേക്ക് ഇടാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ആ തുണി ബക്കറ്റിലേക്ക് എടുത്ത് മാറ്റിയത് കേട്ടോ. എന്റെ രീതി കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ പലരും പറയും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒന്നും നടക്കൂലല്ലോ. അപ്പൊ ഇനി നമുക്ക് പൈപ്പ് ഓഫ് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്യാം. അല്ല, ഇച്ചിരി വെള്ളം ഇതിനകത്ത് വീണിട്ട് പൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വാഷ് ടൈമറിന്റെ നോബ് ഒരു പോയിന്റ് നീക്കി കഴിഞ്ഞാൽ ആ പതയൊക്കെ അങ്ങ് പൊക്കോളും. പത പോണം. ടാപ്പ് ഓഫ് ചെയ്യട്ടെ എന്നാ. ഞങ്ങൾ ചെയ്യണ രീതി ആട്ടോ, ഇങ്ങനെയൊന്നും ആവണമെന്നില്ല ചെയ്യണത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം. ഇനി ഒന്ന് ഇത് ചെയ്യാം. വാഷ് ടൈമർ മുഖത്തേക്ക് മതിയാവും. മതി. ഇനി തിരിച്ച് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചു. ഓഫായില്ലേ? ഇനി ഡ്രെയിൻ. ഡ്രെയിൻ അങ്ങനെ ചെയ്തോ. അപ്പൊ ആ പതയൊക്കെ ഒന്ന് പോകും. ഇനി നമ്മൾ അലമ്പാനായിട്ട് ഒന്നോടെ ഇടുവാട്ടോ. അതെ, നല്ല വെള്ളം, നല്ല വെള്ളത്തേക്ക്. അമ്മയ്ക്ക് ഒന്ന് കൈ ഒന്ന് ഇട്ട് ഇളക്കാതെ ഒരു സുഖമില്ല. ഇതൊക്കെ ആദ്യത്തെ ആയതുകൊണ്ടാട്ടോ. ചിലപ്പോ ഇനി ഉപയോഗിച്ച് തുടങ്ങുമ്പോ ഈ രീതികളൊക്കെ ചിലപ്പോ മാറി ചിലപ്പോ ഉണ്ടായിരിക്കില്ല. അതെ. തുടക്കമായതുകൊണ്ട് മാനുവലി ഇങ്ങോട്ട് മാറാനുള്ള ഒരു മടി. അതെ, അത്രേ ഉള്ളൂ. അതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പുള്ളിയാണെങ്കിൽ വട്ടാവൂല ഞാൻ എന്നും പറഞ്ഞ് ഞാൻ മാറി. അപ്പൊ ഒരു കാര്യം, ഇനി ഡ്രെയിൻ ഒക്കെ മാറ്റിയില്ലേ? ഡ്രെയിൻ വേണ്ട. ഡ്രെയിൻ നമുക്ക് പുറത്തേക്ക് പോവാം. അത് നോർമൽ ആണല്ലോ അല്ലെ? വാഷ് സെലക്ടർ നോർമൽ ആണ്. എത്ര ടൈമാ വെക്കണം? 3 മിനിറ്റ് മതിയായിരിക്കുമല്ലോ. 3 വേണ്ട, 2 മതി. എന്നാ 2ലേക്ക് വെച്ചു. ആണ് കാര്യം. വാഷ് ടൈമർ ഓഫിലെത്തി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്യണം. അതെയോ തുണി എടുത്ത് മാറ്റിയിട്ടാണോ ഡ്രെയിൻ ചെയ്യണേ? തുണി മാറ്റാ, അതാ നല്ലത്. ശരിയാ, അതാ നല്ലത്. തുണി മാറ്റി ആദ്യം ബക്കറ്റിട്ട് വെക്കാട്ടോ. ഞാൻ കാണിക്കുന്ന പണി കണ്ടോട്ടോ. അതെ, നീ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യണോണ്ടായിരിക്കും ഇത്രയൊക്കെ തുണിയൊക്കെ എടുത്ത് മാറ്റണം. ചിലപ്പോ ഇനി ചെയ്യുമ്പോ ഇങ്ങനെയൊന്നും മാറ്റൂല. അതിലേക്ക് ഡ്രയറിലേക്ക് ചിലപ്പോ ഡയറക്റ്റ് ഒക്കെ ഇടുവായിരിക്കും തുണി. അതിപ്പോ നമ്മളിങ്ങനെ മാനുവൽ ചെയ്തിട്ടേ പെട്ടെന്ന് മെഷീനൈസ്ഡ് ആകുമ്പോ ഉള്ള ഒരു മാനസിക ബുദ്ധിമുട്ട്. വേറൊരു കാര്യമുണ്ട്, ഇത് വെള്ളം മാക്സിമം പിഴിഞ്ഞങ്ങ് എടുക്കുവാണെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് ഡ്രയറിലിട്ടാൽ ആയി കിട്ടും. അതെ, നനവില്ലാതെ ഇതായി കിട്ടും. മഴക്കാലത്തായിരിക്കും മിക്കവാറും ഡ്രയർ ഉപയോഗിക്കുന്നത്. അല്ലാത്ത സമയത്ത് അലക്കലേ മിക്കവാറും ഞാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ നല്ല വെയിലുള്ള സമയത്ത് പുറത്തേക്ക് ഇട്ടാൽ പെട്ടെന്ന് ആയിക്കോളും. അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ. മിക്കവാറും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പം മഴക്കാലത്ത് അത് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ അവിടെ പിടിക്കുന്ന ടർക്കി എല്ലാം ഇട്ടായിരുന്നു. ചെളിയുള്ള സാധനങ്ങളാണ് ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2-3 മുണ്ടുണ്ടാകും, നാളെ ചെയ്യണം. ഇനി നമ്മള് കഴിഞ്ഞു, വാഷിങ് കഴിഞ്ഞു. ഇനി ഇതിന്റെ അകം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഡ്രെയിൻ പോയിന്റ് മാറ്റിട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി അടിക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്താൽ മതി. ശബ്ദം കേക്കാം. വൃത്തിയായിട്ട് പൊക്കോളും വെള്ളം. ഇതില് വെള്ളം എത്ര നിറയ്ക്കണം എന്നുള്ള പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ മീഡിയം ഹൈ, ലോ, മീഡിയം, ഹൈ. അതെ, ഡ്രസ് ഇടുന്നതിന്റെ അനുസരിച്ച് ലോ, മീഡിയം, ഹൈ. അപ്പൊ ഡ്രസ് നനഞ്ഞു കിടക്കുന്ന അത്രയും വെള്ളം ഇടണം അറിയാലോ പറഞ്ഞത്. ഇനിയിപ്പൊ നമുക്കില്ലേ ഇതിലെ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടർക്കി ടൗലോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഒപ്പിക്കളയാന്ന് പുള്ളി പറഞ്ഞു. സൈഡൊക്കെ വെള്ളത്തിന്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അതിന് മുമ്പ് ഡ്രയറിലെ പരിപാടി ചെയ്യാം. എന്നിട്ട് ഇത് ഒപ്പണത് വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ നമുക്ക് ഇതങ്ങ് അടയ്ക്കാം. എന്നിട്ട് ഡ്രയറിന്റെ പരിപാടിയിലേക്ക് നോക്കാം. ഇനി ഇത് തുറക്കാം. ഇത് തുറന്നു വെക്കാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ പറ്റുള്ളൂ. അതും തുറന്നോ? ആ സാധനം എടുത്തോ. അതറിയാം. അത് തുണി വെച്ച് കഴിഞ്ഞിട്ട് അത് ഫ്ലെക്സിബിൾ ആണ് ആ സാധനം. ഡ്രയറിൽ ഇത് 2 ഇടാം. ഇത്
ഇത് രണ്ടും അത്യാവശ്യം. ഡ്രയറിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചുളിവുകൾ ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ പുറമേ ഉള്ള ഭാഗം ചുളിവില്ലാതെ വെക്കണമെന്ന് പറഞ്ഞു. അന്ന് ബെഡ്ഷീറ്റ് ഇട്ടപ്പോ ഒരു വൈബ്രേഷൻ വന്നില്ലേ? അതെ അതെ, നേരം പറഞ്ഞായിരുന്നു. വൈബ്രേഷൻ അല്ല, ഒരു ടക് ടക് ശബ്ദം. അതെ, സൗണ്ട്. ഇനി ടർക്കിയും കൂടെ വെക്കാം. അതെ, ഏപ്രൺ വെക്കണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലേ. ഏപ്രൺ വേണ്ടേ? അപ്പം ഏപ്രൺ ഓടിൻ്റെ മുകളിലിട്ട് വെറുതെ ഇട്ടാൽ മതി. വെറുതെ അത്യാവശ്യമുള്ള ഏപ്രൺ അല്ലോ. ദേ നോക്കിക്കോ. എന്നിട്ട് ഈ സാധനം ഇറക്കി വെക്കണത്. പുറമേ ഉള്ള തുണി എപ്പോഴും ചുളിവ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ടക് ടക് ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഇനി ഈ സാധനം വെച്ചോ. ഇന്ന് ശരിക്കും ഡ്രയറിൽ ഇടേണ്ട കാര്യമില്ല, പുറത്തേക്ക് നോക്കിക്കേ. പക്ഷെ നിങ്ങളെ ഒന്ന് കാണിക്കാനും വേണ്ടി നമുക്കൊന്ന് ഇത് ഡ്രയറിൽ ഇട്ടൊന്ന് എടുക്കാം. അതെ, എന്തായാലും കേട്ടോ. കുറച്ച് സമയം എന്തായാലും വെക്കാം കേട്ടോ. കാരണം നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ചുളിക്കുക. അങ്ങനെ അമക്കെ അങ്ങ് വെച്ചാ അത് മതി. ഒത്തിരി വേണ്ട, ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി. ഇനി അടച്ചോ. ഓക്കെ. പിന്നെ ഡ്രെയിൻ്റെ ആദ്യം ഓഫ് ചെയ്യും. ഡ്രെയിൻ പോയിന്റ് അത് ഓഫ് ചെയ്ത് വെച്ചോ. ഇനി ചെയ്യേണ്ടത് ഇത് സ്പിൻ ടൈമർ. മനസ്സിലായി. ഇവിടെ ഒന്നും ചെയ്യണ്ടല്ലോ, അത് വെള്ളം വരാനല്ലേ. അത് ഇത് കഴിയുമ്പോഴാണ്. അതെ 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 അതെ. അപ്പൊ സ്പിൻ ടൈമറിൽ ഒരു 2 മിനിറ്റ് പോരെ? ഇത് 1, ഇത് 2 അല്ലേ? 2 മിനിറ്റ് ധാരാളം മതി. വെക്കുവാ കേട്ടോ. വെച്ചോ, നമുക്ക് നോക്കാലോ. ഓണല്ലേ നോക്കിയതാ. അത് കുഴപ്പമില്ല, അങ്ങനെ ഉള്ളതാ. സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് അത് അങ്ങനെ ഉള്ളതാ, ശബ്ദം പേടിക്കണ്ട. ഓക്കെയാ. കടകടപ്പ് വരുന്നത് ചുളിവ് ഉണ്ടെങ്കിലാണ് ആ കടകടപ്പ് വരുന്നത്. ചുളിവില്ലെങ്കിൽ ടക് ടക് ശബ്ദം ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ചുളിവില്ലാത്തതുകൊണ്ടാണ് ടക് ടക് ശബ്ദം ഇല്ലാത്തത്. പിന്നെ സ്പിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ഇപ്പം കേൾക്കുന്നതാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നല്ല മഴ സമയത്താണെങ്കിൽ 3 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ വെക്കാട്ടോ. ഞാനിപ്പോ നല്ല ചൂടുണ്ട്, വെയിൽ ഇതേ പുറത്തേക്ക് നോക്കി വെയിലുണ്ട്, ഇന്ന് മഴയില്ല. അപ്പൊ ശരിക്കും ഡ്രയറിൽ വെക്കേണ്ട കാര്യമില്ലെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടി ഏതായാലും ചെയ്യുമല്ലോ, ഒന്ന് കാണിക്കാൻ വേണ്ടി ഡ്രയറിൽ ഇട്ടത് 2 മിനിറ്റ് നേരത്തേക്ക്. അതെ അതെ, ആ പോയിന്റ് മാറി വരുന്നുണ്ടോ? പോയിന്റ് മാറി വരുന്നുണ്ട്. ഇനി അത് ഓഫിലേക്ക് വരും. ഓഫായി. വൈബ്രേഷൻ വരും. നിന്നു. ചെയ്യേണ്ട പ്രധാന കാര്യം അല്ല ഇത് ഓഫ് ചെയ്യണ്ട. അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതാക്കണം. വെള്ളം ഒഴിച്ച് കഴുകണം. പിന്നെ തുറന്നു എടുത്തോ. തുറന്നിട്ട് നോക്കാം ഉണങ്ങിയിട്ടുണ്ടോ തുണി. ഇത്ര ഉണങ്ങിയാൽ മതി. എന്തായാലും വെയിലുണ്ടെന്നേ, പുറത്ത് ഒന്നാന്തരം വെയില. പിന്നെ ആവശ്യമില്ലാതെ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഡെമോ കാണിക്കുമ്പോ ഒന്ന് കാണിക്കണമല്ലോ. പിന്നെ അതെ 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 അതെ. 2 മിനിറ്റേ വെച്ചോളൂ. അതിൽ ചിലപ്പോ ഇച്ചിരിയോടെ ഇതാവാനുണ്ടാവും, കാരണം കട്ടിയുള്ള തുണിയാണ്. ഇല്ല, വാടിയോ? വാടി. ഇത്രയും മതി നമുക്ക്, അതുകൊണ്ടാ. വേണമെങ്കിൽ കൂടുതൽ ടൈം വെക്കാം. ധാരാളം മതി. ഏപ്രൺ ഞാൻ ഇട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഏപ്രണിന്റെ പുറത്തേക്ക് ഞാൻ തേയിലയിൽ വെറുതെ ഇട്ട പഴയ ഏപ്രൺ. അത് കാരണം നല്ല കളറും വെച്ച്. അടിപൊളി. ഇനി നമുക്ക് ഇത് ഓടുമോളിൽ ഇടാം. അതിന് മുമ്പ് ഇവിടെ ഇച്ചിരി വെള്ളം കഴുകണോ? ഇച്ചിരി ഒന്ന് ഡെമോയിൽ കാണിക്കാം, നമുക്ക് കാണിക്കാം. ഇനി ആദ്യം ചെയ്യേണ്ടത് വാട്ടർ സെലക്ടർ. സ്പിന്നിലേക്ക് വെള്ളം വരാൻ അത് അങ്ങോട്ട് നീക്കി വെക്കണം. കണ്ടോ? ഇനി ടാപ്പ് ഓൺ ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ സമയത്തിന് ടാപ്പ് ഓഫ് ചെയ്യാം. അതെ അതെ അതെ, ഡ്രെയിൻ ചെയ്യുക. അതെ, ഓൺ ചെയ്യാം. ഇവിടെ തുറന്ന് കാണിക്കാം. വെള്ളം വന്നത് കാണാം. വെള്ളം ഒഴിച്ച് കഴുകാൻ വേണ്ടപ്പോഴാണ്. ഓൺ ചെയ്തോ. കറക്റ്റായിട്ട് പോന്നോളൂ. മതിയോ? ഇനി ഓഫ് ചെയ്തോ. ഇനി ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞോ. ഇപ്പൊ ഒന്നുമില്ല. പോയി തീർന്നു. എന്താന്നറിയില്ല. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ള പരിപാടി എന്നാന്നറിയാം. ആദ്യമേ ഇപ്പൊ ഈ പരിപാടികളെല്ലാം ഇതിൽ ചെയ്തില്ലേ, ഇനി ചെയ്യാനുള്ള പരിപാടി ഇതേ ഓഫ് ചെയ്യുക. എന്നിട്ടുള്ള മെക്കാനിക്സ് ചെയ്യാവുള്ളൂ. ഡ്രെയിനും ഓഫ് ചെയ്തോ.
ഡ്രെയിൻ സ്വിച്ച് അതൊക്കെ അതൊക്കെ എല്ലാം ഇതെല്ലാം ഓക്കെ ആക്കിയേ വെക്കാവുള്ളൂ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാമെങ്കിലും അറിവ് കുറവുള്ള ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ പോലെയുള്ളതുണ്ടാവും. അപ്പം അവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്നോർത്ത് പറഞ്ഞതാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കഴുകിയ ടർക്കി തന്നെ ഇല്ലേ, ആ ടർക്കിനെ എടുക്കാം. ഇനിയിപ്പോൾ വേറൊരു ടർക്കി മെനക്കെടുത്താൻ എടുക്കണ്ടല്ലോ എന്നോർത്താം. എന്നിട്ട് അത് നമുക്ക് ഉടുമുള്ളിലേക്ക് ഇട്ടാൽ മതി. ചെയ്യാൻ പോണ പരിപാടി കണ്ടോട്ടോ. ദേ ബാ, അല്ല ബാ കാണിക്കാം. ഇതൊക്കെ ആദ്യം ആയതുകൊണ്ടാട്ടോ ഇതൊക്കെ ചെയ്തതേ. അതെ അതെ അതെ, ഇച്ചിരി ഒരു വെള്ളമൊക്കെ ഉള്ളതൊന്ന് ഒപ്പിക്കളയണം. ഇതൊക്കെ എത്ര നാളുണ്ടാവും അറിയില്ല. തുടക്കത്തിലെ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. ഇത് ഡ്രെയിൻ ചെയ്യാനുള്ള ഇതായതുകൊണ്ട് അതിലെപ്പോഴും അല്ല, ഡ്രയർ ആയതുകൊണ്ട് അതിൽ വെള്ളം പാടില്ല. ഇപ്പൊ ഇവിടെ ഒന്ന് ഒപ്പിയേക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. സംഗതി മറന്നു പോകും. ഇടുമ്പോ എപ്പോഴും വാഷിലിട്ടേച്ച് ആദ്യം കഴുകുവല്ലേ ചെയ്യണത്. വാഷിലിട്ടേച്ചല്ലോ പിന്നെ സ്പിന്നിലേക്ക് പോകേണ്ട ആവശ്യം. വാട്ടർ സെലക്ടർ, അതെ, അതിന്റെ പേരാണ് വാട്ടർ സെലക്ടർ. വാട്ടർ സെലക്ടർ എപ്പോഴും വാഷിലായിരിക്കണം. അതെ അതെ അതെ, ഇതില് സ്പിന്നിലേക്ക് വെക്കരുതെന്ന് അർത്ഥം. കാരണം സ്പിന്നിലേക്ക് വെച്ച വെള്ളം അതിലേക്ക് പോകും, ഡ്രയറിലേക്ക് പോകും. അപ്പൊ അത് പ്രശ്നമാവും. അതെ, ഇതിങ്ങനെ ഇരുന്നാ പോരെ? മതി, അങ്ങനെ മതി. അടയുന്നുണ്ടെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് യൂസേജ് ആണ്. ഫസ്റ്റ് യൂസേജില് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് യൂസ് അവര് വന്ന് ചെയ്തല്ലോ, പിന്നെ നമ്മൾ തന്നെ ചെയ്തത് ഇന്നാണ്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. ഇനി എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതൊക്കെ ഒന്ന് ചൂടൊന്നുമില്ല, എന്നാലും കുറച്ച് നേരം ഒന്ന് ഉപയോഗിച്ചല്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ കവറിട്ട് മീതയിട്ട് മൂടിയിടാം. അപ്പൊ സംഗതി ഓക്കെ ആവും. അപ്പൊ എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കണം. അതെ അതെ അതെ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞങ്ങളും അറിയാമെങ്കിൽ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞുതരാം. അതെ, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ എന്തെങ്കിലും ഇതിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. അഭിപ്രായങ്ങൾ. അപ്പൊ ഞാൻ പൊക്കത്തിൽ കൊണ്ട് ഇട്ടേച്ച് വരാം കേട്ടോ. വേഗം ഉണങ്ങിക്കോളും വാടിയതുകൊണ്ടേ. മറ്റേ തുണികളിഞ്ഞ് എടുക്കാം. വെയിൽ ഇടയ്ക്ക് ഉദിക്കും, ഇടയ്ക്ക് മങ്ങും. അതവിടെ കിടക്കട്ടെ, മറ്റേ നമുക്ക് എടുക്കാം. കൊടുമുള്ളിലാട്ടോ ഞാൻ വിരിക്കണേ. കാരണം ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു തുണിയാണല്ലോ, അത്ര എ ക്ലാസ് ഇതല്ലല്ലോ, അതുകൊണ്ടാണ്. തുണിയൊക്കെ നല്ല വെളുത്തു. അത് പൊടിയാന്നേ. അപ്പടി അതിൽ ഫാനൊക്കെ മുഴുവൻ പൊടി തെറിക്കണ. ടിവിയുടെ പുറത്ത് ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. നന്നായിട്ട് വാടി, ശരിക്കും വാടി. എനിക്ക് അങ്ങനെ 6 മിനിറ്റ് ഇട്ടാ ശരിക്കാവുന്നു. പിന്നെ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ കറണ്ട് ഇതാക്കേണ്ട ആവശ്യമില്ലാത്ത സമയത്ത്. നമുക്ക് ഇപ്പൊ മഴക്കാലത്താണെങ്കിൽ ചിലപ്പോ ഇടേണ്ടി വരും കേട്ടോ. അതും പറയാലോ, ആവശ്യം അനുസരിച്ച് ചെയ്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ അതിൻ്റെതായ രീതികൾ അല്ലേ. 2 ഷീറ്റേ ഉള്ളൂ. ഏപ്രിൽ ഞാൻ പറഞ്ഞില്ല അവിടെ ഇട്ടുന്ന്, മുറ്റത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ടർക്കിത് അപ്പുറം ആ ഷീറ്റിന്റെ പുറത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതവിടെ കിടന്ന് ആയിക്കോളും. നമ്മൾ അലക്കിയപ്പോൾ നല്ല വെയിലായിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വിശേഷങ്ങൾ. അതെ, പ്രവർത്തനം ഡെമോ. അതെ, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ പ്രവർത്തന രീതികളാണ് നമ്മളിപ്പോ കാണിച്ചത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.